പാലക്കാട് CPM-ൽ നിന്നും പുറത്താക്കപ്പെട്ട PK ശശിയുടെ നേതൃത്വത്തിലുള്ള DMF CMP-യിൽ ലയിക്കാനോ അല്ലെങ്കിൽ സഖ്യമായി മുന്നോട്ട് പോകാനോ ഉള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രി CP ജോൺ പങ്കെടുക്കുന്ന യോഗം ഉടൻ പാലക്കാട് നടക്കുമെന്നും ശശി വ്യക്തമാക്കിയിട്ടുണ്ട്. CPM-ൽ ലയിക്കണോ ഒരുമിച്ച് നിൽക്കണോ എന്നതിൽ യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടെ മത്സരിച്ചെങ്കിലും ശശി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ മാസം പാലക്കാട്ടെ ഏകദേശം 800ഓളം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ PK സംഘടനയിൽ ചേർന്നിരുന്നു. പാലക്കാട് CPM-ൽ നിന്നും പുറത്താക്കപ്പെട്ട PK ശശിയുടെ നേതൃത്വത്തിലുള്ള DMF CMP-യിൽ ലയിക്കാനോ അല്ലെങ്കിൽ സഖ്യമായി മുന്നോട്ട് പോകാനോ ഉള്ളൊരു നീക്കങ്ങളൊക്കെ നടത്തി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഇത് അറിയിച്ചിരിക്കുന്നത് മന്ത്രി CP ജോൺ പങ്കെടുക്കുന്ന യോഗം ഉടൻ ഉണ്ടാകുമെന്നും പാലക്കാട് നടക്കുമെന്നും ഒക്കെയാണ് ഇപ്പോൾ ശശി വ്യക്തമാക്കിയിരിക്കുന്നത്. CMP-യിൽ ലയിക്കണോ ഒരുമിച്ച് നിൽക്കണോ എന്നതിലൊക്കെ ഒരു തീരുമാനം യോഗത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടെ മത്സരിച്ചെങ്കിലും ശശി പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ മാസം പാലക്കാട് ഏകദേശം 800ഓളം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ PK സംഘടനയിൽ ചേർന്നിരുന്നു.